ഇന്ന് ഞങ്ങൾ കരിയാത്തുംപാറ പോയിട്ടുള്ള ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഇത് 9 മാസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. എന്തോ ഇടാൻ കുറച്ച് വൈകി, കുറച്ചധികം വൈകിപ്പോയി. ഞങ്ങളെ നിക്കാഹ് ആനിവേഴ്സറിൻ്റെ സമയത്ത് നമ്മൾ പോയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീട്ടിൽ നിന്ന് കരിയാത്തുംപാറയിലേക്ക് ഏകദേശം 53 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ അന്വേഷിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. എനിക്കെന്തോ പുറത്തുനിന്ന് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഇക്ക ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ അത് അവിടെ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാ ഇപ്പോൾ തോണിക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല, നമ്മൾ ഓൾറെഡി അവിടെ പോയതാണ്. അതുകൊണ്ട് കരിയാത്തുംപാറയിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളൂ കരിയാത്തുംപാറയിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോകുമ്പോഴുള്ള ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട് ഇനി കാണാൻ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മളവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ അവിടെ ഒന്നും അധികം ആളുകളില്ല, കാരണം ഉച്ച ടൈമാണല്ലോ, അതുകൊണ്ടായിരിക്കും മേ ബി. എനിക്ക് ഇങ്ങനത്തെ പ്ലേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ വ്ളോഗിനല്ലെങ്കിൽ കൂടിയും വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട്. എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ തോന്നും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കപ്പിൾസിനൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പ്രീ വെഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ്. എൻ്റെ ബാഗ് വണ്ടിയിലായിരുന്നു. അപ്പോൾ ഇക്ക അതെടുത്തിട്ട് വരികയാണ്.
അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ മിക്സാക്കിയിട്ട് ഒരു ചെറിയ വ്ലോഗാക്കിയിട്ട് അപ്ലോഡ് ചെയ്തെന്നുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ കമൻസ് ഇടാറുണ്ട്, അതേപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളെ ചാനൽ ഒരു ചെറിയ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് അയക്കുകയാണെങ്കിൽ എന്തായാലും ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.